سمعا وطوعا لست ذا عصيان. അള്ളാന്റെ കിതാബിലേക്കും സുന്നത്തിലേക്കും വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങളിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ തുടക്കത്തിലെ ഓതിക്കേൽപ്പിച്ചില്ലേ വരായത്ത്, മുസ്ലിമിന്റെ വിശ്വാസം എന്താണ്? ആ നിലക്കുള്ള ക്ഷണം കേട്ട് കഴിഞ്ഞാൽ അവരുടെ നയനിലപാട് എന്താണ്? അയ്യപ്പോലോ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ആ നയമുള്ളവർക്ക് മാത്രമാണ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ച കക്ഷികൾ, അവരാണ് വിജയം വരിച്ചവർ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? അപ്പൊ നിങ്ങൾ നോക്കൂ, വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. നേരത്തെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സംഭവം? ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ വിവരിച്ച പ്രകാരം അത് മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഇവിടെ പറഞ്ഞു അൽ-ഇസ്നാദു മിനദ്ദീൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു അൽ-ഇസ്നാദു മിനദ്ദീൻ, ദീനിന്റെ ഭാഗമാണ് ഈ പാരമ്പര്യമായി ലഭിക്കുകയെന്ന്. സനദ് പാരമ്പര്യം എന്നാ നിങ്ങൾ അർത്ഥം വെച്ചത്, പാരമ്പര്യം എന്നാ നിങ്ങൾ അർത്ഥം വെച്ചത്, ദീനിൽപ്പെട്ടതാണ്. എന്നിട്ട് നിങ്ങൾ എന്തു പറഞ്ഞു? അങ്ങനെ പാരമ്പര്യമായി ലഭിക്കുക എന്നത് ഇല്ലായിരുന്നു എങ്കിൽ ലഖാല മൻ ശാഅ മാ ശാഅ, ഓരോരുത്തരും ഇഷ്ടം പോലെ പറയും. അതില്ലെങ്കിൽ തോന്നിയതുപോലെ തോന്നിയവരൊക്കെ പറയാൻ തുടങ്ങും. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ള പറഞ്ഞിടത്താണുള്ളത്. അയാളത് പ്രത്യേകം പറയുന്നുണ്ട്. മൗലൂദ് കിതാബിലൊക്കെ തവസ്സല ബിഹി ആദം വസ്തഗാസ ബിഹി നൂഹ്, അതൊക്കെ കള്ളത്തരം എഴുതിയതാണ്. മൗലവി പറയാ മൗലൂദ് കിതാബിൽ കള്ളത്തരം എഴുതിയതാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മൂപ്പര് പറയാൻ അതൊക്കെ അനിസ്ലാമികമായി പലതും മൗലൂദ് കിതാബിൽ കള്ളത്തരം എഴുതി വെച്ചിട്ടുണ്ട്. ഇമാം സുബിക്ക് കളവ് എഴുതിയതാണോ? ഇമാം മഖ്ദൂം തങ്ങൾ കളവ് എഴുതിയതാണോ? ഇമാമിങ്ങളെ പേരിൽ മൗലവി പറയുന്നതൊന്നും ആദ്യം കേട്ടോളൂ, എന്നിട്ട് അവനെ ഹക്ക് ജാഹ് തവസ്സല ബിഹി അതൊക്കെ കള്ളത്തരാണ് എന്ന് പറയുന്നത്. തവസ്സല ബിഹി ആദം ഇടതേടിയത് ഈ മുഹമ്മദ് നബിയെ കൊണ്ടാണ്. അതുപോലെ തന്നെ വസ്തഗാസ ബിഹി നൂഹ് നബിയുടെ കാര്യം അവിടെ പരാമർശിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ചിലരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെയും അനിസ്ലാമികമായ ആശയമല്ലേ, കള്ളം പറഞ്ഞതല്ലേ അവരെ സംബന്ധിച്ച്. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അവർ തേടിയതായോ അള്ളാന്റെ റസൂലിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, അതല്ലെങ്കിൽ ആ അർത്ഥത്തിൽ തവസ്സുൽ ചെയ്തുകൊണ്ട് അവര് പ്രാർത്ഥിച്ചതായി എവിടെയാണുള്ളത്? അതെ, ഹക്ക് കൊണ്ടും ജാഹും കൊണ്ടൊക്കെ പറഞ്ഞും തവസ്സല ബിഹി ആദം എന്ന് പറഞ്ഞു, വസ്തഗാസ ബിഹി നൂഹ് എന്ന് പറഞ്ഞതൊക്കെ അനിസ്ലാമികമായ വിഷയങ്ങൾ കള്ളം പറഞ്ഞതല്ലേ എന്നാ മൗലവി ചോദിക്കുന്നു. ഇമാമിങ്ങളൊക്കെ കള്ളം പറഞ്ഞു അല്ലേ? നല്ല സത്യം പറയുന്ന മൗലവി. എന്നാ സഹോദരന്മാരെ കേട്ടോ, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അല്ലേ പറഞ്ഞത് അമ്പിയാക്കൾ ചെയ്ത കാര്യമാണ്, പഠിപ്പിച്ച കാര്യമാണെന്ന്. ഒന്ന് ഇമാം സുബ്കി മൗലവിന്റെ ഭാഷയിൽ ഒരു കള്ളം പറയുന്ന ആള്. രണ്ടാമത്തെ സൈനുദ്ദീൻ മഖ്ദൂം അല്ലേ മങ്കൂസ് പറഞ്ഞ് സൈനുദ്ദീൻ മഖ്ദൂമും ഒരു കളവ് പറയുന്ന ആളിയതാ മവാഹിബിന്റെ 62-ാം പേജിൽ പറയുന്നു. ഇമാം ദമീരിയതാ നജ്മുൽ ഹാജിന്റെ 3-ാം വാല്യം 559-ാമത്തെ പേജിൽ പറയുന്നു. ഇമാം സുബ്കി കളവ് എഴുതിയതാണോ? ഇമാം മഖ്ദൂം തങ്ങൾ കളവ് എഴുതിയതാണോ? ഇമാമിങ്ങളെ പേരിൽ മൗലവി പറയുന്നതൊന്നും ആദ്യം കേട്ടോളൂ, എന്നിട്ട് അവനെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ വാക്ക് ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, അത് ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതാ പണ്ഡിതനെ ഇടിച്ചു താഴ്ത്തലാണ്, ആ പണ്ഡിതനെ മോശക്കാരനാക്കി കാണലാണ്, ആ പണ്ഡിതനെ കൊച്ചാക്കലാണ്, ആ പണ്ഡിതനെ അപഹസിക്കലാണ്, പരിഹസിക്കലാണ് എന്നൊക്കെ ചില ആളുകൾ പറയാറില്ലേ? വാസ്തവം നേരെ മറിച്ചാണ്. ആ പണ്ഡിതനെ അവമതിക്കുകയല്ല. നമുക്കൊരു ഏറ്റവും വലിയ കണിശതയുണ്ട്, എല്ലാ മുസ്ലിമിനും വേണ്ട കണിശതയാണ്. ഇസ്ലാമിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വാക്കിൽ നിന്നല്ല. ആരെന്തു പറഞ്ഞാലും ഖുർആനുമായി യോജിക്കുന്നുവോ ഹദീസുമായി യോജിക്കുന്നുവോ ആര് പറഞ്ഞാലും സ്വീകരിക്കും. എതിരായിട്ട് ആരിൽ നിന്നെങ്കിലും റിപ്പോർട്ടുകൾ വന്നാലോ അതാരായിരുന്നാലും തള്ളിക്കളയുന്നതാണ്. കാരണം തെറ്റുപറ്റാത്ത വ്യക്തിത്വമായി ലോകത്ത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. പാണ്ഡിത്യവും വിവരമുള്ള മഹാന്മാരായ നല്ല ഗവേഷണത്തിന് യോഗ്യതയുള്ള പണ്ഡിതന്മാരിൽ അവർക്ക് ചില ഹദീസുകൾ കിട്ടാത്തത് കൊണ്ടോ ഇനി ചില ഹദീസുകൾ കിട്ടിയിട്ടും അതിന്റെ ഉദ്ദേശം ആ നിലക്ക് അവർ ഗ്രഹിച്ചത് കൊണ്ടോ അങ്ങനെ പല കാരണങ്ങളാൽ അവരിൽ ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ചാലും അത്തരത്തിൽ യോഗ്യരായ ആളുകളിൽ നിന്ന് അവർ നിഷ്കളങ്കമായി പറയുന്ന കാര്യങ്ങളിൽ അബദ്ധങ്ങളെ പറ്റിയാലും അവര് കുറ്റക്കാരല്ല കേട്ടോ. അള്ളാന്റെ അടുക്കൽ തെറ്റിയാലും അവർക്കൊരു പ്രതിഫലമുണ്ടെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരാളിൽ നിന്ന് ആ പറയുന്നത് തെറ്റാണെന്നൊരു പണ്ഡിതന്റെ കൗലുദ്ധരിച്ചു പറഞ്ഞാൽ അതാ വ്യക്തിയെ ആക്ഷേപിക്കലല്ല ആ മഹാനായ പണ്ഡിതൻ, എന്നാലും ഒരു പ്രതിഫലമുണ്ട്. പക്ഷേ ആ തെറ്റിൽ ഒരാൾ പിന്തുടരണമോ? തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ആ തെറ്റിനെ ഒരാൾക്ക് പിന്തുടരാൻ പാടുണ്ടോ? ഇല്ല ഇല്ല. അതാണ് ഇസ്ലാമിന് പറയാനുള്ളത്. അതെ. ഇനി സഹോദരന്മാരെ, ഇതൊക്കെ പറയുമ്പോ മൗലവിക്കൊരു മറുപടി ഉണ്ട്. എന്താ മറുപടി അറിയോ? ഏതാ ഇനി അടുത്ത് വരിക? അത് ലൈഫാണ്. കാരണം ഇവർക്ക് പറ്റാത്തൊക്കെ ലൈഫ് ലോകത്തുള്ള എല്ലാ മുസ്ലിമും ബുഖാരിയുടെ ബഹുമാനത്തിൽ ഒരു മുസ്ലിമിനും തർക്കമില്ല. ബിരുഹദുൽ പറഞ്ഞു. പക്ഷേ മൗലവിമാര് പറയുന്നത് ബുഖാരി സ്വീകരിച്ചൂടാ. പിന്നെ നമ്മൾ എന്താ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക? എന്ത് പറഞ്ഞാലും പറയും ലൈഫാണ്. അതൊന്ന് കേൾപ്പിച്ചോട്ടാ മോനെ. ബുഖാരി മാമിനെയും സഹീഹുൽ ബുഖാരിയും തള്ളുന്ന വാചകം ഒന്ന് കേട്ടോളൂ. സഹീഹുൽ ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മഅ്സൂമാണെന്നോ ആ രണ്ട് ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. കേട്ടില്ലേ? ഇമാം ബുഖാരി മഅ്സൂമാണെന്നോ ഇമാം ബുഖാരിയുടെ കിതാബിലുള്ളൊക്കെ സത്യസന്ധമാണെന്നോ ആ രണ്ട് ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ലോകത്തൊരു മുസ്ലിം പണ്ഡിതനും തർക്കമില്ലാത്ത സഹീഹുൽ ബുഖാരിയാണ് തള്ളിയത്. ഇവരെ ലൈഫാക്കൽ പിന്നെ വല്ല കാര്യവും പറയേണ്ടതുണ്ടോ? അവർക്ക് പറ്റാത്തതൊക്കെ ലൈഫ്, അവർക്ക് പറ്റാത്തതൊക്കെ ലൈഫ്. ഇപ്പോ സെലഫി ഡയറക്റ്റ് സ്വർഗത്തിലേക്ക്, നരകത്തിൽ നിന്നേ നാമിൽ പേരുന്നുള്ളൂ, എന്താക്കാനാ അങ്ങനെ സ്വർഗത്തിലേക്ക് അങ്ങ് പോകുന്നതാണ് മൗലവിന്റെ ധാരണ. കേൾപ്പിച്ചോട്ടാ മോനെ. ഈ മുസ്ലിം ബുഖാരിയൊക്കെ ഇവര് തള്ളൂലേ? ഞങ്ങൾ ബുഖാരി തള്ളിയിട്ടില്ല. സക്കരിയ സ്വലാഹി പറഞ്ഞിട്ടുണ്ട് പോലും ആ രണ്ട് ബുഖാരി എന്ന കിതാബിന്റെ രണ്ട് ചട്ടക്കുള്ളിലുള്ളത് മുഴുവനൊന്നും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ശരി തന്നെയാണ്. ബുഖാരി എന്ന് പറയുന്ന കിതാബിന്റെ രണ്ട് ചട്ടക്കുള്ളിലുള്ളത് മുഴുവൻ സ്വീകാര്യമല്ല. അതിലുള്ള ഹദീസുകൾ മുഴുവൻ സ്വീകാര്യമാണ്. ഹദീസുകളല്ലാത്ത നിലക്ക് ബുഖാരിയിൽ തന്നെ തഅലീഖ് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ ചില അസറുകൾ കൊടുക്കാറുണ്ട്. അത് മുഴുവനും നിങ്ങൾ പറഞ്ഞ മാനദണ്ഡം കൊണ്ട് അഥവാ ഇസ്നാദ് കൊണ്ട് തെളിയിക്കപ്പെട്ട സംഗതിയല്ലാത്തത് കൊണ്ട് ആ നിലക്കുള്ള ചില പ്രയോഗങ്ങളും അതിലുണ്ട് എന്നതല്ലാതെ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരൊറ്റ സംഗതിയും ബുഖാരിയിൽ പറയപ്പെട്ടതിന് ഒരിക്കലും നമ്മൾ എതിർത്തിട്ടില്ല. ബുഖാരി പോലും ഇവർ ലഈഫാക്കും എന്ന് നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞതാണ്. ബുഖാരിയിലുള്ള ഒരൊറ്റ ഹദീസ് പോലും ഞങ്ങൾ ലഈഫാക്കിയിട്ടില്ല കേട്ടോ. ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇനി മൗലവി വന്നിട്ട് ലൈഫാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അങ്ങ് വായിച്ചു പറ്റിക്കും. അത് ഇമാം ബുഖാരിയുടെ ബുഖാരി അടക്കം മൗലവിമാര് സ്വീകരിക്കൂല കേട്ടോ. കാരണം ഇവർക്ക് അള്ളാന്റെ ദീന് തകരണമെന്നല്ലാതെ ദീൻ ഇവിടെ നിലനിൽക്കണമെന്നതാണ് ഉദ്ദേശമല്ല. കേൾപ്പിച്ചോട്ടാ മോനെ. മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട് നിന്റെ പാപം പൊറുത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹക്ക് കൊണ്ട് ചോദിച്ചതിനെ പറ്റി അല്ലാഹു നബിയോട് പറഞ്ഞു പോലും പ്രിയപ്പെട്ട മുസ്ലിമേ, പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പോര കേട്ടോ. സിഖത്തായ ആളുകളിൽ നിന്ന് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹയെ പോലെയുള്ളവർ പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ ദീന് ആരിൽ നിന്നാണ് എടുക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടേ എടുക്കാവോ എന്ന് പറഞ്ഞില്ലേ?
ഈ സംഭവം ഉദ്ധരിച്ച സർവ പരമ്പരയിലുമുള്ളത് അബ്ദുറഹ്മാൻ ബിൻ സയ്യിദ് ബിൻ ആസിലം എന്ന് പറയുന്ന വ്യക്തിയല്ലേ, ലഈഫല്ലേ, കദ്ദാബല്ലേ, അസ്വീകാര്യരല്ലേ, തള്ളപ്പെട്ടയാളല്ലേ? ഇയാളെ കൊണ്ടുവന്നിട്ടാണോ നിങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആശയത്തിന് എതിര് പറയാൻ നോക്കുന്നത്? അല്ലാഹ് എന്താ ഖുർആനിൽ പറഞ്ഞത്? ആദം അലൈഹിസ്സലാമിൽ നിന്നും ഹവ്വാ റളിയല്ലാഹു അൻഹയിൽ നിന്നും വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുക എന്ന അബദ്ധം സംഭവിച്ചപ്പോ അവരെന്താ പറഞ്ഞത്? ഫഖാല റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അത് ഖുർആനിൽ അങ്ങനെയല്ലേ പറയുന്നത്? മറ്റേത് നിങ്ങളുടെ വകയാണ്. തെളിയിക്കാനാവാത്ത നിലയ്ക്ക് ദുർബലമായ പുൽക്കൊടിയാണിത് എന്ന് പേരോടിന് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാനതിവിടെ വന്ന് വിശദീകരിക്കുമെന്ന് പേരോടിന് അറിയാമെന്നതുകൊണ്ട് മുപ്പര് ആദ്യം ഒരു മുൻകൂർ ജാമ്യം എടുത്തു. എന്താ ഈ മൗലവി ഇവിടെ വന്നിട്ട് പറയുന്നത് ലഈഫാണ്, പിന്നെ ലഈഫാണ് ആണെന്ന് അറിയില്ലേ? മുപ്പര് പറയാ കേട്ടോളി, മൗലവി ലഈഫാന്ന് അറിയാം നീ വന്നിട്ട്. അതുകൊണ്ട് ഇനി മൗലവി വന്നിട്ട് ലഈഫാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അങ്ങ് വായിച്ചു പറ്റിക്കും. അത് ഇമാം ബുഖാരിയുടെ ബുഖാരി അടക്കം മൗലവിമാര് സ്വീകരിക്കൂല കേട്ടോ. കാരണം ഇവർക്ക് അല്ലാഹുവിന്റെ ദീന് തകരണമെന്നല്ലാതെ ദീൻ ഇവിടെ നിലനിൽക്കണമെന്നതാണ് ഉദ്ദേശമല്ല. അത് നിങ്ങളുടെ പരിപാടിയാണ് കേട്ടോ. ദീന് തകരണം, അത് നിലനിൽക്കരുത് എന്നത് നിങ്ങളുടെ പരിപാടിയാണ്. അതുകൊണ്ടല്ലേ ഇമാം ബുഖാരിയെ പോലെയുള്ളവരുടെ പേരിൽ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹിയെ പോലെയുള്ളവരുടെ പേരിൽ നിങ്ങൾ പച്ചക്കള്ളം തട്ടിവിട്ടത്. നേരത്തെ ഞാൻ കേൾപ്പിച്ച ഹദീസില്ലേ, ബുഖാരി ഇമാം പറഞ്ഞിട്ടുണ്ടോ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ? എത്ര കളവുകൾ നിങ്ങൾ ഈ നാദാപുരത്തിന്റെ മണ്ണിൽ വിളമ്പിയിട്ടുണ്ട്. ലഈഫ് എന്ന് പറയുന്നത് പറ്റിക്കുമെന്നല്ല, പറ്റിക്കുകയല്ല, കിതാബിൽ നിന്നാണ് വായിച്ച് കൽപ്പിക്കുന്നത്. ഉണ്ടോ ഇല്ലേ എന്ന് പറയണം. സനദിൽ ഒന്നും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല പോലും. അതും കൂടെ കേട്ടോളൂ. സനദിലെ ആളുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതും കൂടി കേട്ടോളൂ നിങ്ങൾ. ഇനി അതിന്റെ സനദിൽ നിങ്ങൾ ആരെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. പിന്നെന്തിനാ പേരോടെ നിങ്ങൾ മുമ്പ് പറഞ്ഞത് അൽ ഇസ്നാദു മിനദ്ദീൻ ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. സനദീസിലെ ദീനിൽപ്പെട്ടതാണ്. സനദിൽ നീ ആരെ കണ്ടുപിടിച്ചിട്ടും കാര്യമില്ലാന്ന് പേരോടിനറിയാം. അടുത്ത പ്രസംഗത്തിൽ മൗലവി വന്നിട്ട് പറയുമെന്ന്, അതിലൊരു കസ്സാബുണ്ട്, അതിലൊരു ലഈഫുണ്ടെന്ന് സനദുൽ പറയുമ്പോ അത് പറയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മുൻകൂർ ജാമ്യം എടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. പരമ്പര വേണം, റസൂലുള്ളവരെ എത്തുന്ന സിഖത്തായ പരമ്പര വേണം എന്ന് ഇവിടെ വെച്ച് നിങ്ങൾ പറഞ്ഞിട്ട് ഇത് പറയുമ്പോ എന്തേ നിങ്ങൾ പറഞ്ഞത് സനദിലൊന്നും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ലാന്ന്? അൽ ഇസ്നാദു മിനദ്ദീൻ എന്നത് ആദം നബിയുടെ പേരിൽ കള്ളം പറയുമ്പോ നിങ്ങൾക്ക് മാനദണ്ഡമല്ല അല്ലേ? നിങ്ങൾക്ക് തോന്നിയതുപോലെയാണോ മാനദണ്ഡം പറയൽ? അപ്പൊ നിങ്ങൾ അതുകൊണ്ടും നിങ്ങൾക്ക് രക്ഷയില്ല കേട്ടോ. അതെ, ഹക്ക് കൊണ്ടും ജാഹു കൊണ്ടൊക്കെ പറഞ്ഞെന്നും തവസ്സല ബിഹി ആദം പറഞ്ഞു, വസ്തഗാസ ബിഹി നൂഹ് എന്ന് പറഞ്ഞതൊക്കെ അനിസ്ലാമികമായ വിഷയങ്ങൾ കള്ളം പറഞ്ഞതല്ലേ നാം മൗലവി ചോദിക്കുന്നു. അല്ലെ പാട്ട് പഠിക്കോ? അതൊന്ന് വെച്ചുകൊടുത്താവൻ അയാളെ പറ്റി അയാൾ പറഞ്ഞു. പ്രമാണങ്ങളിലില്ലാത്തത് പറഞ്ഞുകൊണ്ട് ഉണ്ടെന്ന് കള്ളം പറയുന്ന ഈ ശൈലി, ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഒരു തോന്നിവാസം അമ്പിയാക്കളുടെ പേരിൽ വേണോ, ഔലിയായിന്റെ പേരിൽ വേണോ, മഹത്തുക്കളുടെ പേരിൽ വേണോ? 100 വട്ടം ആലോചിക്കൂ.